സുഹൃത്തുക്കളെ, ദൈവം ഭൂമിക്ക് കൊടുത്ത അത്ഭുതം കാണണോ? ഇതൊക്കെ കണ്ടിട്ടിനി മരിച്ചാലും സാരമില്ല. നിങ്ങൾ ഈ കാഴ്ച നോക്കിയേ. ദൈവമേ, എന്ത് പ്രതിഭാസമാണിത്! ഹലോ ഗൈസ്, നിങ്ങൾ ഫ്രീ സ്റ്റൈൽ പ്ലേസിന്റെ വീഡിയോസിൽ ഈ ഒരു പ്രോസസ് ട്രെൻഡിങ് ആയിട്ട് കണ്ടിട്ടില്ലേ? പിന്നെ ഞാൻ നിങ്ങൾക്കൊരു ആപ്പുമില്ലാതെ എങ്ങനെ എഡിറ്റ് ചെയ്യാനും പഠിപ്പിച്ചുതരാം. അപ്പൊ ഗൈസ്, വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് കൗണ്ട് ഇപ്പോഴും 1Kന്റെ താഴെയാണ്. പക്ഷെ നമ്മളിപ്പോൾ 1Kന്റെ ക്ലോസ് ആണ്. സോ നിങ്ങൾ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം. നമുക്കിപ്പോൾ വീഡിയോയിലേക്ക് പോകാം. ഗൈസ്, ഫസ്റ്റ് നിങ്ങളൊരു സ്ക്രീൻ റെക്കോർഡർ ഓണാക്കി ട്രെയിനിങ് റൂമിലോട്ട് കയറണം. സെക്കൻഡ്, നിങ്ങൾ ഈ ഫ്രീ ലുക്ക് എന്ന് പറഞ്ഞ ബട്ടന്റെ സൈസ് വലുതാക്കി കംഫർട്ടബിൾ ആയ പെട്ടെന്ന് ട്രാക്ക് ചെയ്യാൻ പറ്റുന്ന പൊസിഷനിലേക്ക് മാറ്റി സെറ്റ് ചെയ്യണം. തേർഡ്, നിങ്ങൾ റൺ ബട്ടണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഫ്രീ ലുക്ക് ബട്ടൺ സർക്കിൾ ഷേപ്പിൽ ഡ്രാഗ് ചെയ്യണം, അല്ലെങ്കിൽ അപ്പ് ഡൗൺ ഡ്രാഗ് ചെയ്യണം. പിന്നെ നിങ്ങൾ ഫ്രീ ലുക്ക് ബട്ടൺ സ്പീഡിൽ ഡ്രാഗ് ചെയ്താലാണ് ഇത് വർക്കൗട്ട് ആകുള്ളൂ. പിന്നെ നിങ്ങൾ കുറച്ച് ഗൺസ് എടുക്കണം. എന്നിട്ട് നിങ്ങൾ എനിമീനെ ഫയർ ചെയ്തുകൊണ്ട് റൺ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഫ്രീ ലുക്ക് ബട്ടൺ ഡ്രാഗ് ചെയ്യണം. ഇനി നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് സെറ്റായി കഴിയുമ്പോൾ ഈ സ്റ്റൈലിൽ ഒരു ഗെയിം പ്ലേ വീഡിയോ റെക്കോർഡ് ചെയ്യുക. ഇനി നമുക്കിത് എഡിറ്റ് ചെയ്യാം. അതിന് നിങ്ങൾ ഗൂഗിൾ ഫോട്ടോസിൽ കയറുക. ഈ ആപ്പ് ഓൾമോസ്റ്റ് എല്ലാ ആൻഡ്രോയിഡ് ഫോണിലും ഉള്ളതാണ്. എന്നിട്ട് നിങ്ങൾ താഴെ കാണുന്ന എഡിറ്റ് എന്ന് പറഞ്ഞ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ ആ ടൈം ലൈനിൽ ലൈൻ 1P പൊസിഷനിൽ നിങ്ങളുടെ ക്യാരക്ടർ നിൽക്കുന്ന രീതിയിൽ സെറ്റ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ താഴെ കാണുന്ന ഫോട്ടോ ഫ്രെയിം എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇച്ചിരി പാടാണ്, കാരണം ആ ടൈം ലൈൻ സെറ്റ് ചെയ്തെടുക്കാൻ ഇച്ചിരി ഡിഫിക്കൽട്ടാണ്. സോ നിങ്ങൾക്കത് സെറ്റായി കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ പ്ലേ സ്റ്റോറിൽ നിന്ന് CapCut അല്ലെങ്കിൽ VN ഡൗൺലോഡ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ റെക്കോർഡ് ചെയ്ത വീഡിയോ ന്യൂ പ്രൊജക്റ്റിൽ ആഡാക്കിയിട്ട് ടൈം ലൈൻ നല്ലോണം സ്ട്രെച്ച് ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ ടൈം ലൈൻ നിങ്ങളുടെ ക്യാരക്ടർ 1P പൊസിഷനിൽ നിൽക്കുന്ന രീതിയിൽ സെറ്റ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ ടൈം ലൈനിൽ ക്ലിക്ക് ചെയ്ത് താഴത്തെ ഓപ്ഷൻ സ്ക്രോൾ ചെയ്ത് ഫ്രീസ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പം നിങ്ങളുടെ ടൈം ലൈനിൽ അതിൻ്റെ ഫ്രീസഡ് വേർഷൻ അപ്പയർ ആകുന്നതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൻ്റെ ലെങ്ത് അഡ്ജസ്റ്റ് ചെയ്യാം. എന്നിട്ട് ഓരോ വീഡിയോസ് ക്രിയേറ്റ് ചെയ്യാം. ഇനി നിങ്ങൾക്ക് ഞാൻ ഷോർട്ട് വീഡിയോസ് എഡിറ്റ് ചെയ്യുന്നതിൻ്റെ ട്യൂട്ടോറിയൽ വേണമെങ്കിൽ കമൻറ്റ് ചെയ്തോ. ഗൈസ്, നിങ്ങൾ വീഡിയോ എഡിറ്റ് ചെയ്യാൻ തുടങ്ങുമ്പോൾ താഴെ കാണുന്ന ഓപ്ഷനിൽ അപ്സെറ്റ് റേഷ്യോ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ ഷോർട്സ് ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ ഒന്നെങ്കിൽ 9:16 അല്ലെങ്കിൽ 1:1 ക്ലിക്ക് ചെയ്യുക. നിങ്ങൾ ലോങ് വീഡിയോ ആണ് എഡിറ്റ് ചെയ്യുന്നതെങ്കിൽ ഒന്നെങ്കിൽ 16:9 അല്ലെങ്കിൽ 4:3 ക്ലിക്ക് ചെയ്യണം. പിന്നെ നിങ്ങൾ വീഡിയോസ് എഡിറ്റ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ വീഡിയോ ടോപ്പ് റൈറ്റിൽ കാണുന്ന 180p എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് വേണ്ടത്ര ക്വാളിറ്റിയിലും റെസൊല്യൂഷനിലും വീഡിയോ എക്സ്പോർട്ട് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് CapCut അല്ലെങ്കിൽ VNലെ എഡിറ്റിംഗ് ട്യൂട്ടോറിയൽ വേണമെങ്കിൽ കമൻറ്റ് ചെയ്തു. അലൻ ജോസഫ് എന്ന ഈ ഒരു ബ്രോ നമ്മുടെ അടുത്ത് ഗിൽഡ് ക്രിയേറ്റ് ചെയ്യാൻ പറഞ്ഞായിരുന്നു. നമ്മളിതാ ഇവിടെ ഒരു ഗിൽഡ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. കയറാൻ താല്പര്യമുള്ളവർ കയറിക്കോളൂ. ഫസ്റ്റ് 20 പേർക്ക് ഫ്രീ ആണ്. ഗൈസ്, ഇതെന്റെ റിയൽ വോയിസ് ആണ്. വോയിസ് ന്യൂ കണ്ടന്റ് ക്രിയേറ്റർ ആയതുകൊണ്ട് വോയിസ് ഓവർ ചെയ്യാൻ പെർഫെക്റ്റ് അല്ലാത്തത് കൊണ്ടാണ് ഈ വീഡിയോ വരാൻ ലേറ്റ് ആയത്. പിന്നെ അടുത്ത വീഡിയോ തൊട്ട് ഞാൻ എൻ്റെ വോയിസ് ഇമ്പ്രൂവ് ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം. അടുത്ത് നിങ്ങൾക്ക് എന്ത് കണ്ടന്റ് ആണ് വേണ്ടതെന്നും കമൻറ്റ് ചെയ്യണം. ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ബൈ.